ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് മൈ വേർഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് മോട്ടിവേഷനാണ്. നമുക്കെല്ലാവർക്കും ഉള്ളൊരു കാര്യമാണല്ലേ ഈ മടി എന്ന് പറയുന്നത്. ഈ മടി മാറ്റാനായിട്ട് നമ്മൾ പല ടെക്നിക്കുകളും അങ്ങോട്ട് പ്രയോഗിച്ചാണ്, പക്ഷേ ആ ഒരു മടി നമ്മളെ വിട്ട് മാറത്തില്ല. അങ്ങനെ ആ ഒരു മടി മാറ്റാനായിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ വീട്ടു ജോലികളെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടി പിടിക്കുന്ന കാര്യം, അതുപോലെ തന്നെ പെട്ടെന്ന് മുഷിപ്പുണ്ടാക്കും. നമ്മളെന്നും ഈ ഒരു കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട്, ആണായാലും പെണ്ണായാലും അത് അങ്ങനെയാണ്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു മടി വരുന്നത് മനുഷ്യ സഹജമാണ്, എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ വീട് പക്ഷേ നമുക്ക് എത്ര മടി പിടിച്ചാലും ക്ലീൻ ആക്കി ഇടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളൊരു വൃത്തിയുള്ള സ്ഥലത്തിരുന്നാലാണ് നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വീടുകൾ പലർക്കും പലതിലും, വലിയ വീടും ചെറിയ വീടും, ചിലർക്ക് റെൻറ്റഡ് ഹോം, അങ്ങനെ പല ഒരു റൂമിലൊക്കെ കഴിയുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ കിടക്കുന്ന ഒരു സ്ഥലം നമ്മളെപ്പോഴും വൃത്തിയാക്കി വെക്കുക. അതിനിപ്പോൾ എസ്തെറ്റിക് ഹോമാക്കുക അങ്ങനെയൊന്നുമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പല വീഡിയോയിലും കാണും, എപ്പോഴും നല്ല എസ്തെറ്റിക്കായിട്ട് വീഡിയോ കിട്ടുന്ന കണ്ടിട്ടില്ലേ, ഭയങ്കര നീറ്റ്നെസ് ആയിട്ടൊക്കെ. അതൊന്നും എല്ലാവരെ കൊണ്ടൊന്നും പറ്റത്തില്ല, എന്നെക്കൊണ്ട് തീരെയും പറ്റത്തില്ല കേട്ടോ. നമ്മളെ കൊണ്ടൊരു ബേസിക് ആയിട്ടുള്ള ഒരു ക്ലീനിങ്ങിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തുണികൾ, നമ്മൾ ലോണ്ട്രി എപ്പോഴും നമ്മൾ ഒന്ന് മടക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ വീട് അത്യാവശ്യം ഒന്ന് നീറ്റായി കിടക്കും കേട്ടോ. അതുമാത്രമല്ല, നമ്മുടെ ബെഡ്റൂമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെഡ്ഷീറ്റ് എപ്പോഴും ഒന്ന് ക്ലിയർ ആക്കി ഇടുക. അങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ ഒരു ബെഡ്റൂം തന്നെ എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. പിന്നുള്ളൊരു കാര്യം, നമ്മൾ ഡെയിലി നമ്മുടെ വീടൊന്ന് പിക്കപ്പ് ചെയ്യുക. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയായിട്ട് നമ്മൾ വലിച്ചു വാരിട്ടിട്ടായിരിക്കും. രാവിലെ മക്കൾ സ്കൂളിൽ പോകുന്ന ഒരു ഹർബറിയിൽ എല്ലാ സാധനങ്ങളും നമ്മൾ പലയിടങ്ങളിലായിട്ടായിരിക്കും ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ നമ്മൾ ഒന്നെടുത്ത് അതാ സ്ഥാനങ്ങളിൽ വെക്കുക. അതുപോലെ ഡൈനിങ് ടേബിൾ എന്നും ഒന്ന് തുടയ്ക്കാൻ നിൽക്കുക. അതുപോലെ മിറേഴ്സ് വീക്കിലി എങ്കിലും ഒന്ന് തുടയ്ക്കുക. കാരണം മിററിലൊക്കെ പെട്ടെന്ന് അഴുക്ക് പറ്റും. പിന്നെ നമ്മുടെ ഫേസ് കാണാനും മിറർ ഇങ്ങനെ കറ പിടിച്ചൊക്കെ ഇരുന്നാൽ ഒരു ഭംഗി ഉണ്ടാവത്തില്ല. അപ്പോൾ അതൊക്കെ എന്നും ഇല്ലെങ്കിലും ഒരു വീക്കിലെങ്കിലും മിറേഴ്സൊക്കെ ഒന്ന് തുടയ്ക്കാൻ നിൽക്കുക. പിന്നെയുള്ളൊരു കാര്യം, നമ്മുടെ സെറ്റി ദിവാങ്കോട്ട് അങ്ങനെയുള്ളതിലൊക്കെ നമ്മൾ ചിലപ്പോൾ കവർ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ആ കവറൊക്കെ ഒന്ന് നീറ്റാക്കി ഇടുക. പിന്നെ പില്ലോസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കുഞ്ഞു കുഞ്ഞു പില്ലോസൊക്കെ നമ്മൾ ഭംഗിക്ക് വെക്കത്തില്ലേ, അപ്പോൾ അതൊക്കെ എന്നും എടുത്ത് നീറ്റായിട്ടും അറേഞ്ച്ഡായിട്ടും വെക്കുക. പിന്നെ ഈ കുട്ടികളൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അവർ ടോയ്സും കാര്യങ്ങളും ഒക്കെ പലയിടങ്ങളിലായിട്ട് വലിച്ചു വാരിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ അതാത് സ്ഥാനങ്ങളിലൊന്ന് പറക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മടുപ്പുണ്ടാവാതിരിക്കാൻ ഞാൻ ചെയ്യുന്നൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാമേ. നമുക്ക് ഇഷ്ടമുള്ളവരുണ്ടാകും, നമുക്ക് ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമുള്ള നമ്മുടെ ഏതെങ്കിലും നല്ല ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയെ തന്നെയോ, നമുക്ക് ആരെങ്കിലും നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആരെയാണോ അവരോട് വിളിച്ചിട്ട് കുറച്ച് ഗോസിപ്പൊക്കെ ആയാലും കുഴപ്പമില്ല, കുറച്ചങ്ങ് സംസാരിക്കുക. ആ ഒരു സമയം കൊണ്ട് അവരോട് സംസാരിക്കുന്ന ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ കൊണ്ട് നമുക്ക് എന്ത് പണിയുണ്ടെങ്കിലും നമ്മൾ ചെയ്ത് തീർക്കട്ടെ. ഒരു ഹെഡ്സെറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് സംസാരിച്ച് ജോലി ചെയ്യാനായിട്ട് പറ്റും. ഞാനത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമുക്ക് പാട്ട് വയ്ക്കുക. പാട്ട് വെച്ചിട്ട് അതിവിടെ സ്ഥിരമായിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു പാട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലികൾ പെട്ടെന്ന് തീരെ. നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകളൊക്കെ ഇട്ട് ഡപ്പാങ്കൂത്ത് പാട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട്, എനിക്കങ്ങനെയാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട ചില പാട്ട്, അല്ലെങ്കിൽ ഞാൻ ടി വി തന്നെ സിനിമ വയ്ക്കും. നല്ല നല്ല സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സിനിമ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലോടും. ഞാൻ ആ സമയം കൊണ്ട് ജോലി ചെയ്യും. കാരണം നമുക്ക് കേട്ടാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് വിഷ്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മടുപ്പില്ലാതെ ജോലികൾ ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. പിന്നെ ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് മാക്സിമം ജോലികൾ തീർക്കാനായിട്ട് നിൽക്കുക. അല്ലെങ്കിൽ കുട്ടികളെ വെച്ചിട്ട് ചിലർക്കത് പ്രാക്ടീസ് ഉണ്ടാവത്തില്ല. ഒരു കയ്യിൽ കുഞ്ഞിനെയൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യണമൊക്കെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവർക്കും അതിങ്ങനെ ന്യൂ മോംസിനൊന്നും നമുക്ക് അത് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയത്ത് കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ജോലികൾ തീർക്കാനായിട്ട് നിൽക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ഹസ്ബൻഡൊക്കെ ഓഫീസിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റാൽ മതി. ഒരു മണിക്കൂർ മുന്നേ നമ്മൾ എഴുന്നേൽക്കുവാണെങ്കിൽ നമ്മുടെ ജോലികൾ തീർക്കാൻ പറ്റും. കുട്ടികൾ ഉറങ്ങുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അവരെ കൂടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. ഞാൻ ഇതങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ. എൻ്റെ മക്കൾ കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും ഒക്കെ പോകുന്നതിന് മുന്നേ ഞാൻ എഴുന്നേറ്റ് ജോലികളൊക്കെ തീർന്നിട്ട് പിന്നെ അവൻ്റെ കൂടെ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. പിന്നെയുള്ളൊരു കാര്യം, നമ്മൾ ഡെയിലി ഒന്ന് അടിച്ച് വാരിയില്ലെങ്കിലും 1-2 ദിവസങ്ങളിലെങ്കിലും വീടൊന്ന് അടിച്ച് വാരിയിടുക. ഈ അടിച്ച് വാരുന്നതിൻ്റെ കാരണം ഒരുപാട് പൊടികളും, പിന്നെ സ്ത്രീകളാണെങ്കിലും മുടി നമ്മൾ തൂക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നമുക്ക് എത്രത്തോളം മുടി കൊഴിച്ചിലുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഡെയിലി പറ്റില്ലെങ്കിൽ 1-2 ദിവസങ്ങളിലെങ്കിലും ഒന്ന് അടിച്ച് വാരിയിടുക. അടിച്ച് വാരുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലെ ഒരു പകുതി സ്ഥലങ്ങളോടും ഇതൊക്കെ ഒന്ന് വൃത്തിയായി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ തൂക്കുന്ന കൂട്ടത്തിൽ തന്നെ ജനാലകളും ഒന്ന് വല തട്ടുക. അതുപോലെ മുകളിലുള്ള മാറാലകളൊക്കെ ഒന്ന് തട്ടി വരുവാണെങ്കിൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരത്തില്ല കേട്ടോ. അല്ലാതെ തന്നെ നമ്മുടെ വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ കിടക്കും.
വീക്കിലി വൺസെങ്കിലും നമ്മുടെ വീട്ടിലെ താറാളൊന്ന് തുടയ്ക്കാനായിട്ട് ചെയ്യണം. ഫ്ലോർ ക്ലീനിങ് മസ്റ്റാണ്. കാരണം നമ്മൾ നടക്കുമ്പോൾ ഈ എന്താണ് ഈ ഡാർക്ക് കളേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആണെങ്കിൽ നമ്മുടെ തറയിൽ എത്രമാത്രം അഴുക്കുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിപ്പോൾ നമുക്കവിടെ വൈറ്റ് കളർ ടൈലാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്കാവുന്ന അറിയാം. പ്രത്യേകിച്ച് ഈ ഒരു ടെയിലൊക്കെ നമ്മുടെ കാലിലെ അഴുക്ക് അതുപോലെ തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ മിക്ക ദിവസങ്ങളിൽ ടെയിലെല്ലാം സ്റ്റെപ്പ് മിക്ക ദിവസങ്ങളിൽ ഞാനൊന്ന് തുടച്ചിടാറുണ്ട്. കാരണം ഈ ഒരു മഴയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു കാലിലുള്ള അഴുക്കാൽ നല്ലതുപോലെ അറിയാൻ പറ്റും. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ വീക്കിലിയൊക്കെയാണ് കേട്ടോ തറ തുടയ്ക്കുന്നത്. പുൽത്തൈലോ ലോഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എസൻഷ്യൽ ഓയിലോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ വീട് ഫുള്ളായിട്ട് തുടച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും, ഒരു ഗുഡ് സ്മെല്ലായിരിക്കും. നമുക്ക് നല്ല പോസിറ്റീവ് എനർജി തരും കേട്ടോ ഈ ഒരു ഗുഡ് സ്മെല്ലിന്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലൊരു തിരി എത്തിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എയർ ഫ്രഷ്നറൊക്കെ വാങ്ങിച്ച് അടച്ചൊക്കെ ഇടുവാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും. ഇപ്പം ഞാൻ ഇതുപോലെ ഈ പുൽത്തൈലം വെച്ചിട്ടാണ് കേട്ടോ തുടയ്ക്കുന്നത്. എനിക്കിത് ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്നൊരു കാര്യമാണ്. ഞാൻ തറ തുടച്ചില്ലെങ്കിൽ കൂടിയും ജസ്റ്റ് ഒന്ന് വാഷ് ബേസിൽ ഒന്ന് ഒഴിച്ചിടും കേട്ടോ. വാഷ് ബേസ് ഒന്ന് ഡെയിലി ഞാൻ വാഷ് ബേസ് കഴുകും. അപ്പോൾ ആ കഴുകിയതിന് ശേഷം ഈ ഒരു പുൽത്തൈലം ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്നാലും ഒഴിച്ചിടും. അപ്പോൾ ആ ഒരു സ്മെല്ല് ഫുള്ളായിട്ടും ഉണ്ടാവേ. അത് എനിക്ക് ഭയങ്കരമായിട്ടൊരു എൻ്റെ ഒരു പോസിറ്റീവ് എനർജി തരുന്നൊരു കാര്യമാണ്. കിച്ചണിൽ നമ്മളെപ്പോഴും കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിച്ചണും അഴുക്കാവും. അപ്പോൾ അതുകൊണ്ട് കിച്ചണും നമ്മൾ തുടയ്ക്കുന്ന കൂട്ടത്തിൽ ഒന്ന് തുടച്ചിടുക. അതുപോലെ തന്നെ ഡെയിലി ഒന്ന് കിച്ചണൊന്നും വൃത്തിയാക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഫുഡ് വെക്കുന്ന ഒരു സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പെട്ടെന്ന് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കിച്ചൺ നമ്മളെപ്പോഴും നല്ല നീറ്റാക്കി തന്നെ വെക്കുക. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കുറച്ച് വൃത്തികേടായി കിടന്നാലും കിച്ചൺ എപ്പോഴും നല്ല നീറ്റാക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇവിടെ വാഷ് ബേസിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മോപ്പി, അവിടെ ഗ്രാനൈറ്റാണ്, അപ്പോൾ അതിൽ വെള്ളം വീണാൽ ജസ്റ്റ് ഒരുമാതിരി അഴുക്ക് പോലെ കിടക്കും നമ്മൾ ബ്രഷ് ചെയ്യുന്ന സ്ഥലമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് മോപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് വെച്ചിട്ട് ഡെയിലി ഒന്ന് ചെയ്ത് കൊടുക്കുക. ആ ഒരു സ്റ്റെപ്പ് കഴുകുന്ന കൂടെ തന്നെ ഇവിടെയും കൂടി വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ മോപ്പ് ചെയ്യാറുണ്ട്. അപ്പോഴാണ് ആ ഒരു നീറ്റ്നെസ് അവിടെ കിട്ടുന്നത്. പാത്രങ്ങൾ നമ്മൾ അപ്പോൾ ഉള്ള പാത്രങ്ങളങ്ങ് കഴുകി വയ്ക്കുക. ഒരുപാട് പാത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് കിച്ചണിൽ പാത്രം കഴുകാനും ഒരു മടുപ്പുണ്ടാകുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കൂടി ഒരുമിച്ച് കഴുകാൻ നിന്നാൽ ഒരുപാട് പാത്രമാകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പോഴപ്പോഴുള്ള പാത്രങ്ങൾ അപ്പോൾ കഴുകി വയ്ക്കുക. അതുപോലെ തന്നെ എല്ലാവരും കഴിക്കുന്ന പാത്രങ്ങൾ വീട്ടിൽ അവരവരെ കൊണ്ട് തന്നെ കഴുകിക്കാൻ നോക്കുക. അത് കുട്ടികളായാലും അവരോടൊന്ന് പറയുക, ജസ്റ്റ് ഒന്ന് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊന്ന് കഴുകി വയ്ക്കാൻ പറയുക. അത് പിന്നീടാകുമ്പോൾ അതങ്ങ് ശീലമായിക്കോളും. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ശീലങ്ങൾ നമ്മൾ കുഞ്ഞിൽ തന്നെ വരുത്തി വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് വളരുമ്പോഴത്തേക്കും അവരുടെ ഒരു ഹാബിറ്റായിട്ട് അങ്ങ് മാറും കേട്ടോ. അതുപോലെ തന്നെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ അവർ പേപ്പറൊക്കെ വലിച്ചേറി കളയും. പിന്നെ ഈ പ്ലാസ്റ്റിക് അങ്ങനെയൊക്കെ ഉള്ള വെച്ചിട്ട് കളിക്കൊക്കെ കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇടാനായിട്ട് ഒരു വേസ്റ്റ് പിന്നെ അവിടെ അവർക്ക് കാണിച്ചു കൊടുക്കുക. ഇതിനകത്ത് മാത്രമേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിടാവൂ എന്ന് പറഞ്ഞാൽ കുഞ്ഞിൽ തന്നെ അവരെ ശീലിക്കുവാണെങ്കിൽ നമുക്ക് അവരെ വലുതാകുമ്പോഴത്തേക്കും ആ ഒരു രീതിയിലോട്ട് അതങ്ങ് മാറും കേട്ടോ. അപ്പോൾ വീട് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പേപ്പറൊക്കെ വലിച്ച് കീറിയിട്ട് അവർ വൃത്തികേടാക്കാതിരിക്കുക അവർ അതിനകത്ത് തന്നെ കൊണ്ടിടുമ്പോഴത്തേക്കും. ഇവിടെ ഞാൻ രണ്ടിടത്തായിട്ട് രണ്ട് വെച്ചിട്ടുണ്ട്. രണ്ട് വേസ്റ്റ് ബിൻ, ഒന്ന് റൂമിലും ഒന്ന് കിച്ചണിലും ആയിട്ട്. അപ്പോൾ അതുപോലെ അങ്ങ് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഒരു പാത്രം തന്നെ 2-3 കറികൾ വെക്കാനായിട്ട് ഒരു പാത്രം എടുക്കുക. ഇപ്പോൾ തോരൻ വെക്കുന്ന പാത്രത്തിൽ തന്നെ വീണ്ടും ഒരു വിഴുക്ക് വരട്ടുക, അതിനുശേഷം രസം വയ്ക്കുക. അതങ്ങാകുമ്പോൾ ഒരുപാട് പാത്രങ്ങൾ വരത്തില്ല കേട്ടോ. നമ്മൾ അതൊക്കെ ഇങ്ങനെ പാത്രങ്ങളായതിനു ശേഷം ഓരോ കറികളായതിനു ശേഷം കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിൽ കാസറോളിലൊക്കെ അടച്ച് വെക്കുകയാണെങ്കിൽ അടുക്കള കാണാനൊരു ഭംഗിയുണ്ടാവും. ഈ വെച്ച പാത്രങ്ങളിരിക്കുന്നതിനെക്കാട്ടി അങ്ങനെ വെക്കുമ്പോൾ അടുക്കള കാണാനൊരു ഭംഗിയുണ്ടാവും. നമുക്ക് ഒരൊറ്റ പാത്രം മാത്രം കഴുകിയാലും മതിയായിരിക്കും കേട്ടോ. അപ്പോൾ അതും നമുക്ക് പാത്രം കഴുകൽ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കാവുന്നൊരു ടിപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ജോലി പെട്ടെന്ന് തീർക്കാനും അതുപോലെ തന്നെ ഈ ഒരു മടിയൊക്കെ മാറ്റാനായിട്ടും ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.